ചൈൽഡ്ഹുഡ് ഒബിസിറ്റി അല്ലെങ്കിൽ കുട്ടികൾക്ക് വരുന്ന പൊണ്ണത്തടി, വണ്ണം കൂടുതൽ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസം മാർച്ച് 4-ന് വേൾഡ് ഒബിസിറ്റി ഡേ, അതുമായിട്ടനുബന്ധിച്ച് ഒരുപാട് സ്റ്റഡീസ് വരുന്നുണ്ട്. നമ്മൾ 1975 കണക്ക് വെച്ചിട്ട് 4% ലോകത്തെ കുട്ടികളുടെ വണ്ണമെങ്കിൽ ഇപ്പോൾ 22 ലാസ്റ്റ് 2022 സ്റ്റഡി വെച്ചിട്ട് 20% കുട്ടികൾക്ക് എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൊണ്ണത്തടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഈ വട്ടത്തെ മെയിൻ കൺസേൺ. ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയാണ്, കുട്ടികളിൽ വരുന്ന പൊണ്ണത്തടിയാണ്. അപ്പം ചൈൽഡ്ഹുഡ് ഒബിസിറ്റി നമുക്ക് നിസ്സാരമായിട്ട് എടുക്കും. ചിലർ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി വലിയ കാര്യമാക്കാറില്ല. കാരണം പേരൻസിന് തടിയുണ്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും തടിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, നമുക്ക് പിന്നെ ആകുമ്പം കുഞ്ഞുങ്ങൾ ഓടിയൊക്കെ കളിക്കുമ്പോൾ വണ്ണം കുറഞ്ഞോളും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളും പേരൻസും ഫീഡ് ചെയ്യിക്കും, ഗ്രാൻഡ് പേരൻസ് ഫീഡ് ചെയ്യിക്കും. കുട്ടികൾക്ക് ഒരുപാട് ഫുഡ് ഹാബിറ്റ്സ് മാറി. നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, മൊബൈലും ടാബും ഒക്കെ ആയിട്ടിരുന്നിട്ട് കുഞ്ഞുങ്ങളിൽ ആക്ടിവിറ്റീസ് ഇല്ലാതാവുകയും ഫുഡ് കഴിക്കുന്നതിനകത്തൊരു കൺട്രോൾ ഇല്ലാതെ വന്നിട്ടും ഇപ്പോൾ നമുക്ക് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി കൂടുതലായി വരികയാണ്. അതിൻ്റെ ഒരു ത്രെട്ട് നമുക്ക് കുഞ്ഞിലേ മുതലേ അസുഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്നത്. ചെറുതിലേ തന്നെ പാങ്ക്രിയാസും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എൻഡോക്രൈൻ ഇഷ്യൂസും ഹോർമോണൽ ഡിസ്കംഫർട്ടും ഇംബാലൻസും കുഞ്ഞുങ്ങളിലുള്ള ഇൻഫെർട്ടിലിറ്റിക്കും പിന്നെ ഏർലി ക്യാൻസേഴ്സിനുമൊക്കെ ടെൻഡൻസി കൂടുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം, നമ്മുടെ മെയിൻലി കുട്ടികളായിട്ടുള്ള സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയാണ് ഈ വട്ടത്തെ സ്റ്റഡീസും നമ്മുടെ ഈ 2026 ഒബിസിറ്റി ഡേയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റഡീസ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ടും ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്, അവരുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളത് ചേഞ്ച് ചെയ്യാനായിട്ട് പേരൻസാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ മിക്കപ്പോഴും മിസ് ചെയ്തു പോകുന്നത് നമ്മുടെ പേരൻസ് ഇവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഫുഡ് വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ നമുക്ക് ഇപ്പം മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലും മന്തി, റൈസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിക്കൊടുത്ത് കുഞ്ഞുങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ളത് ആ സമയത്തൊരു ഹാപ്പിനെസ് മാത്രമേ ഉള്ളെന്ന് പേരൻസ് തിരിച്ചറിയുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിഷമങ്ങൾ, കാരണം ഈ റൈസിൻ്റെ ക്വാണ്ടിറ്റി അധികമായിട്ട് വന്നിട്ട് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന അസുഖങ്ങൾ പിന്നീട് അവരായിരിക്കും അനുഭവിക്കുന്നത്, കുഞ്ഞുങ്ങളായിരിക്കും അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അങ്ങനത്തെ ഒരു ഡയറ്റും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.